ഹലോ, ചങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതാ രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റു. കുട്ടികൾക്ക് ട്യൂഷന് പോകുമ്പോഴേക്കും അവർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതാ അടുപ്പിൽ ചാരം വാരുക കേട്ടോ. അവർക്ക് കുളിക്കാനായിട്ട് ചൂടുവെള്ളം വയ്ക്കണം. അപ്പോൾ ചാരം വാരിയിട്ട് വേണം അതിൻ്റെ മുകളിൽ വയ്ക്കാനായിട്ട്. 2 ദിവസം കൂടുമ്പോഴേ അടുപ്പിൽ ചാരം വാരുള്ളൂ കേട്ടോ. ചോറും പിന്നെ ഇവർക്ക് കുളിക്കാനുള്ള വെള്ളം മാത്രമേ വയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത്ര അധികം ചാരമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ അടുപ്പിൽ നല്ല ചകിരിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നല്ല ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പിൽ ചാരമൊക്കെ വാരി അടുപ്പൻ തറയൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ഞാനൊരു കുളിക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. ഈ ഒന്ന് പിടിച്ച് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. ആദ്യം ഓല വെച്ചൊന്ന് കത്തിച്ചതിന് ശേഷം കേട്ടോ ചെറിയ ചുള്ളി വിറകൊക്കെ ഉണ്ടെങ്കിൽ വെക്കും. വലിയ വിറകൊന്നും വെച്ചാൽ പിടിച്ച് കിട്ടില്ല കേട്ടോ. വലിയ വിറക് വെച്ചാൽ തന്നെ കത്തൂല്ല. പിന്നെയും നമ്മൾ ഓല വെച്ച് കത്തിച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ ഇവിടെ പേരടം ചെറിയ ചെറിയ ചുള്ളിക്കമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയതാണ് കേട്ടോ കത്തിക്കാനായിട്ട് എടുക്കണം. പിന്നെ മരമില്ലിൽ നിന്ന് കുറച്ച് വിറക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ചിട്ടുണ്ട്. കത്തി കിട്ടിയാലാണ് നമുക്ക് ചെമ്പ് അതിന് മുകളിൽ വയ്ക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും കെടുള്ളൂ കേട്ടോ. വിധത്തിൽ ഇത് അടുപ്പ് കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുളിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് രാവിലേക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ അത് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അരിക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടുവെള്ളം ഉണ്ടല്ലോ ഒഴിച്ചിട്ട് നമുക്ക് പൊടി കുഴച്ചെടുക്കാം കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കാനും പറ്റില്ല, ദോശയും പറ്റില്ല. ഇവർക്ക് പത്തിരി, നൂൽപുട്ട് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാകും. എന്നാലും ഞാൻ ദിവസം ഓരോന്നിങ്ങനെ മാറ്റിയിട്ട് ഉണ്ടാക്കും കേട്ടോ. ഇഡ്ഡലി, ദോശ, നൂൽപുട്ട്, ചപ്പാത്തി പറഞ്ഞ പോലെ എല്ലാതും ഉണ്ടാക്കും. അപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി ഒരെണ്ണേ കഴിക്കുകയുള്ളൂ കേട്ടോ. ദോശ ഉണ്ടാക്കി ഒരു കഷ്ണേ കഴിക്കുകയുള്ളൂ. ഇഡ്ഡലി വെച്ചെങ്കിൽ ഒരെണ്ണമെങ്കിലും കഴിക്കും. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 എണ്ണം കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. തലേ ദിവസം തന്നെ അങ്ങനെ ആലോചിക്കും, ദൈവമേ നാളെ എന്താ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇവർക്ക് കഴിക്കണ്ടേ. 7:15 ആകുമ്പോഴേക്കും പോവും വേണം. മക്കൾ കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇന്ന് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ട് 2 എണ്ണം കഴിച്ചല്ലോ, അപ്പം നാളെ അതന്നെ ഉണ്ടാക്കാൻ 2 എണ്ണം കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെ കഴിക്കില്ല. ഓരോ ദിവസവും ഓരോന്ന് വേണം. എന്നാൽ കഴിക്കുമോ? അതില്ലേ. പുട്ടുണ്ടാക്കിയാൽ ചിലപ്പോൾ ഒരു കഷ്ണം കഴിക്കും. കണ്ണനച്ഛന് പുട്ട് നല്ല ഇഷ്ടമാണ്. കിച്ചു അങ്ങനെ കഴിക്കില്ല. ഒരു കഷ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗം കഴിച്ചിട്ട് അങ്ങനെ പോകും. പിന്നെ സ്കൂളിൽ പോയ വയറ് വേദനിക്കുമോ എവിടെയെങ്കിലും തല ചുറ്റുമോ എന്നുള്ള പേടി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എല്ലാ അമ്മമാരും അങ്ങനെ തന്നെയല്ലേ അല്ലേ. മക്കൾ കഴിച്ചാലാണ് നമുക്കൊരു സമാധാനം. അത് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. അത് വരെ അങ്ങനെ ആലോചിച്ച് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ ഞാൻ മാവിൽ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതൊന്നുകൊണ്ട് മാറ്റി വയ്ക്കാം. പൊടി നനയ്ക്കാനായിട്ട് എടുത്ത ചൂടുവെള്ളം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ മുട്ട പുഴുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുട്ട ഓരോരുത്തർക്കും എടുത്ത് വെച്ചു കേട്ടോ. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കണം. കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പൊടി ചൂടാറുമ്പോഴേക്കും ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു കിണ്ണുണ്ട്, അതിൽ ഇട്ടിട്ടാട്ടോ കുഴച്ചെടുക്കണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ കുഴച്ചെടുത്താലേട്ടാ നല്ല സോഫ്റ്റ് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ ഞാൻ എണ്ണയൊക്കെ പുരട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി തട്ട് നോക്കണ്ട കേട്ടോ, അത് പഴയ ഇഡ്ഡലി തട്ടാണ് കേട്ടോ. അപ്പോൾ അത് നിലത്ത് വീണിട്ട് ആകെ കോടിയും കൊണ്ടായിട്ടിരിക്കണത്. പുതിയ ഇഡ്ഡലി ചെമ്പൊക്കെ മേടിക്കണം. അപ്പോൾ ആ സേവനാഴിയിൽ ഞാൻ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് നമുക്കിതിലേക്ക് നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മുടെ നൂൽപുട്ട് വേവിച്ചെടുക്കാം. ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് സബോള 2 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സബോളയാണ്. അപ്പോൾ അത് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാനിതാ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. പിന്നെ നല്ല പൊടിയായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുക്കണം. പച്ചമുളക് മട്ടനും നുറുക്കുകയും വേണം കേട്ടോ. ചീനച്ചട്ടി ചൂടായപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു കേട്ടോ. അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ പച്ചമുളകും സബോളയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് പൊടിയുപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ആഡ് ചെയ്യണം. ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. സബോള ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിതാ 2 ചെറിയ തക്കാളി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിൽ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വേവട്ടെ. എന്നിട്ട് നമുക്ക് നാളികേരം കുറച്ച്
അരച്ച് ചേർക്കുകയും വേണം കേട്ടോ. വെള്ളം വറ്റിയതിന് ശേഷം ഞാനിത് നാളികേരം അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതാ കുട്ടികൾ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി വന്നു കേട്ടോ. അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് കൊടുത്തു. ഞാൻ കഴിച്ച് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടട്ട ട്യൂഷന് നേരം വൈകിയെന്ന് പറഞ്ഞിട്ട് കേട്ടോ. എത്ര നേരത്തെ നീച്ചാലും അവർ 7:20 കഴിയും കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. എന്നിട്ട് ഓടണം, എന്നാലാണ് ട്യൂഷൻ ക്ലാസ്സിൽ ബെല്ലടിക്കുമ്പോഴേക്കും എത്താനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചു. ഇത് അരിയൊക്കെ എടുത്തിട്ട് നമുക്ക് കഴുകി എടുക്കുന്നുണ്ട്. കഴുകിയിട്ട് നമുക്ക് അരി അടുപ്പത്തിടാം കേട്ടോ. ന്യൂസ് ചോറ് കൊണ്ടുപോകുമെന്ന് അറിയില്ല. നൂൽപുട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകണം കേട്ടോ പതിവ്. അപ്പോൾ അതാ ചോറിന് അരി അടുപ്പത്തിട്ടുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ കൂട്ടാനാണ് വെക്കുന്നത്, ചേമ്പും താളും ചക്കര കിഴങ്ങും കേട്ടോ. അതാണ് ഞാൻ പൊന്നൂസൊന്ന് ചോറ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇതൊന്നും പറ്റില്ല കേട്ടോ. ഇതൊക്കെ പഴയ കാലത്തുള്ള കറിയല്ലേ. അപ്പോൾ അത് കാരണം അവർക്ക് പറ്റില്ല. അപ്പം നൂൽപുട്ട് തന്നെ കേട്ടോ അവിടെ നിന്ന് കൊണ്ടുപോയതും. അപ്പോൾ ഇതാ ചക്കരക്കിഴങ്ങിൻ്റെ തോല് കളയാണ് ഞാൻ കേട്ടോ. ചേമ്പും താൾ ഇന്നലെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അച്ഛൻ്റെ ആലയുടെ സൈഡിലൊക്കെ അച്ഛൻ ചേമ്പ് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ആ ചേമ്പും തണ്ട് 2-3 മുറിച്ച് കൊടുന്നതാ കേട്ടോ. അപ്പോൾ അനിയത്തിയോട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു വേണ്ട, അവിടെ കുട്ടികൾ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുപോയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ മണിയേട്ടന് അച്ഛന് നല്ല ഇഷ്ടമാണ്. ഏട്ടന് ഇത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഉപ്പേരിയോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി അതൊന്നും വേണ്ട. ഇതുണ്ടെങ്കിൽ പിന്നെ നല്ല ഇഷ്ടമാണ്. ചേമ്പും താളും പരിപ്പും വെക്കും, പിന്നെ ഉള്ളി ഇട്ട് വെക്കും, പിന്നെ പരിപ്പും ചേമ്പും താളും കൂടിയിട്ട് പുളി ഒഴിച്ച് വെക്കും. അങ്ങനെ ഒരുപാട് തരത്തിൽ വെക്കാം കേട്ടോ. ഇത് നിങ്ങളുടെ നാട്ടിൽ ഇത് എങ്ങനെ കറി വെക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ അതാ ചേമ്പും താൾ ഞാൻ നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെത് അങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ട് വേണം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ. അതിനിടയിൽ ഇതാ പൊന്നൂസ് നീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വന്ന പാടെ അവൾ ഇതാ ചേമ്പുന്തൻ്റെ അടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ചൊറിയെന്ന് പറഞ്ഞപ്പോൾ അവളതവിടെ വെച്ചു കേട്ടോ. അപ്പോഴേക്കും മോട്ടർ നിറഞ്ഞു. അപ്പോൾ അവളോടൊന്ന് ഓഫാക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഓഫൊക്കെ ആക്കിയിട്ട് ഇതാ ബാക്കിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ചേമ്പും താൾ ഇതാ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുക്കേണ്ടത് കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പിന്നെ അതൊക്കെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ചക്കര കിഴങ്ങ് ഇതാ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഉടയും ചക്കരക്കിഴങ്ങല്ലേ, പിന്നെ ഒന്ന് ഉടച്ചെടുക്കുകയും ചെയ്യും കേട്ടോ. കറിക്ക് നല്ലൊരു കട്ടി ഉണ്ടാവേ. കുക്കറിൽ ഞാനിതാ ചക്കരക്കിഴങ്ങ് കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചേമ്പും താൾ ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് നമ്മുടെ ചക്കരക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പേര് വയ്ക്കാനായിട്ട് ഇതാ പയറാട്ടായിട്ട് മേടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കണം കേട്ടോ. പിന്നെ പൊന്നൂസ് ബ്രഷ് ചെയ്ത് വന്ന് അവളെ കുളിപ്പിക്കണം, പിന്നെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ഞാൻ വേഗം ഇതാ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പയർ ഇതാ ഉപ്പൊക്കെ ഇട്ട് ഇതാ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ഇനി ഇത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വറവിട്ടെടുക്കാം. ചക്കരക്കിഴങ്ങും ചേമ്പും താളും ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ. ഇനി ഉള്ളിയും മുളകും കുത്തി വറവിടണേ. ചീനച്ചട്ടി ചൂടായി. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും ഉണ്ടല്ലോ അതും കൂടി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ മുളകൊക്കെ മൂത്ത് വന്നപ്പോൾ ഞാനത് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടുക വേണം കേട്ടോ. പേര് വറവിട്ടെടുക്കാനായിട്ട് ഞാനിതാ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അല്ലെങ്കിൽ കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും മുളകും കൂടി വറ്റൽമുളകും കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തു. അതൊന്ന് മുഖത്ത് വന്നപ്പോൾ ആ പയറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം 2-3 മിനിറ്റ് നമുക്ക് ഇതൊന്ന് വേവിക്കാം കേട്ടോ. എന്നിട്ട് ഓഫാക്കാം. അപ്പോൾ ഉപ്പേരി റെഡി ആയിട്ടോ. പിന്നെ ഞാൻ പൊന്നൂസിനെ സ്കൂളിൽ കൊണ്ടാക്കി. അതിന് ശേഷം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ 2 നൂൽപുട്ടും 1 ഗ്ലാസ് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ തുടയ്ക്കാനുണ്ടായിരുന്നു, അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ. ടാറ്റാ.